അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് വെള്ളം വരുന്നത്. ഒരു ഡാമേജ് എന്ന് പറയുമ്പോൾ ഒരു ഡാമേജ് ഇതിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ട്രോങ് നമുക്ക് കാണിക്കാൻ ഇവിടെ ഒന്ന് അടിക്കുക. ഇതിപ്പോൾ സിമെൻ്റാണ്, ഇത് സിമെൻ്റ് അടിക്കുന്നത് ഇതാ സിമെൻ്റൊക്കെ പൊളിയുന്നുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, വീട് പ്ലാസ്റ്റർ ചെയ്യാൻ ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജിപ്സം പ്ലാസ്റ്റിക്കിനെ പറ്റി പറഞ്ഞാണെങ്കിൽ ഇന്ന് അതിനും കാട്ടി കുറച്ചും കൂടി നല്ല അഡ്വാൻസ് ആയിട്ടുള്ള വീടിൻ്റെ എക്സ്റ്റീരിയലും അതുപോലെ തന്നെ ഇൻറ്റീരിയലും ചെയ്യാൻ പറ്റുന്ന ബിർളയുടെ ലെവൽ പ്ലാസ്റ്റിക്കിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ബിർളയുടെ ലെവൽ പ്ലാസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ് ഞാനുള്ളത്. എൻ്റെ കൂടെ ഈ ഒരു വർക്ക് എടുത്ത് നടത്തുന്ന സരൂപ് ഉണ്ട് കേട്ടോ. സരൂപേ നമസ്കാരം. അപ്പോൾ ഇതൊരു പുതിയൊരു പ്രൊഡക്റ്റ് ആണല്ലോ അല്ലേ? പുതിയെന്ന് പറയാൻ പറ്റില്ല, കുറെ ആയി. ഞാൻ തന്നെ 8 വർഷമായി ചെയ്യാൻ തുടങ്ങി. 8 വർഷത്തോളമായി. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വ്യാപകമായി വരുന്നുള്ളൂ അല്ലേ? വരുന്നുണ്ട്. ഇതിന്റെ അറിയുന്നില്ല, അതുകൊണ്ടാണ്. ഒരു ഗുണം എന്താ വെച്ചാൽ വീടിന്റെ ഉള്ളിലും അതേപോലെ തന്നെ പുറത്തും ചെയ്യാൻ പറ്റും, കിച്ചണിലൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാ ഭാഗത്തും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത. ഇതിപ്പോ സിമെന്റിന്റെ അതേ ഉറപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതലാണ് ഉറപ്പ് വരുന്നത്, സിമെന്റിനായിട്ട് കൂടുതലാണ്. അപ്പോൾ ഇത് എന്താ എന്താണ് ഇതിന്റെ പ്രൊഡക്റ്റ്, എന്താണ് സംഭവം? ഇത് വെച്ച പോളിമറൈസ് മെറ്റീരിയൽ ആണ്. പോളിമർ, പിന്നെ വൈറ്റ് സിമെന്റ് തരികൾ, പൂഴിത്തരികൾ, ഈ 3 മെറ്റീരിയലും കൂടി ഉൾപ്പെടുത്തിയ മെറ്റീരിയലാണ് ലെവൽ പ്ലാസ്റ്റിക്, ബിർളയുടെ ലെവൽ പ്ലാസ്റ്റിക്. സാധാരണ കസ്റ്റമർക്ക് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. ബിർള കമ്പനിയാണ് ഇത് ഇറക്കുന്നത് അല്ലേ? ബിർള കമ്പനി ഇറക്കുന്നത്. അവരുടെ വെബ്സൈറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു കസ്റ്റമർ സിമെന്റ് പ്ലാസ്റ്റിക് ഒഴിവാക്കി ലെവൽ പ്ലാസ്റ്റിക് വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന മെച്ചം എന്തൊക്കെയാണ്? ഇത് പിന്നെ സിമെന്റ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്, ഒരു 4000 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇത് 4000 സ്ക്വയർ ഫീറ്റ് ഔട്ട് സൈഡ് മാത്രമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുത്ത ദിവസം 12 ദിവസം, ഇന്നത്തേക്ക് 12 ദിവസം, പെട്ടെന്ന് 15 ദിവസം കൊണ്ട് നമുക്ക് തീർന്നു. രണ്ടാമത്തെ കാര്യം, സിമെന്റ് പ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ ചുരുങ്ങിയത് ഒരു മാസമാണ്, അത് ക്യൂറിങ് ചെയ്യാൻ ഒരു മാസം. കസ്റ്റമർ ഡേറ്റും സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വൈറ്റ് സിമെന്റ് അടിക്കണം, പിന്നെയാണ് പുട്ടിയിടേണ്ടത്. ഇതൊക്കെ ടൈം ഇങ്ങനെ പോയി. നമുക്ക് ഈ ഒറ്റ പരിപാടിയിൽ ഇതൊക്കെ ഏകദേശം ഒരു 1-2 ആഴ്ച കൊണ്ട് പൊട്ടി വരെ ലെവലിൽ പൊട്ടി വരും. അപ്പോൾ ഇതാണ് ലെവൽ പ്ലാസ്റ്റിക്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല, ഇത് എന്റെ ഫിനിഷ് ആയില്ലല്ലോ അല്ലേ? ഇല്ല, ഫസ്റ്റ് കോട്ടേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് കോട്ടും കൂടി ഇതിന് മുകളിൽ വരും, പിന്നെ 2 കോട്ട് പുട്ടിയും കൂടി വരും. നല്ല ഉറപ്പുണ്ടാവില്ല ഇത്. പിന്നെ ഇത് പോളിമറൈസ് മെറ്റീരിയൽ വലിയാണ്, മെറ്റീരിയൽ വലിയ. അത് നമുക്കൊരു ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക വെച്ചാൽ അടിച്ചാൽ അവിടെ അമർന്നു പോവുള്ളൂ. സിമെന്റ് ആകുമ്പോൾ പൊടിഞ്ഞു വരും, ക്രാക്ക്. അതെ, ഈ ജിപ്സത്തിലും ലെവൽ പ്ലാസ്റ്റിലുള്ളത് അമർന്നു പോകുന്ന പരിപാടിയേ ഉള്ളൂ. ഒരു ക്രാബ് പൊടിഞ്ഞു വരുമോ അങ്ങനത്തെ. ഇതില് സിമെന്റിനെ അപേക്ഷിച്ച് ക്രാക്ക് ഒക്കെ കുറയാൻ സാധ്യതയുണ്ട് അല്ലേ? ക്രാക്ക് ഇല്ല, അതിന് ക്രാക്ക് ഇല്ല. അതാണ് ഞാൻ പറയാം, പോളിമറൈസ് മെറ്റീരിയൽ ആണ്, ഒരിക്കലും ക്രാക്ക് വരില്ല. പിന്നെ അഥവാ ബിൽഡിംഗ് ക്രാക്ക് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഉള്ളിൽ ഫൈബർ മെഷ് വെച്ചിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ മുകളിൽ എന്താ സെക്കൻഡ് കോട്ട വരുന്നത്? സെക്കൻഡ് കോട്ട് ലെവൽ പ്ലാസ്റ്റിക്. ഇതിപ്പോ എങ്ങനെയാ, എത്ര കോട്ടാണ് ഇതിൽ വരിക? ഇതിപ്പോ ടോട്ടൽ 2 കോട്ട വരിക. 2 കോട്ട് കഴിഞ്ഞ വാളാണ്. ഇതിന്റെ മുകളിൽ 2 കോട്ട് പുട്ടിയും കൂടി വരും, അതും ബിർളയുടെ പുട്ടിനെ വരിക. അതിന് മുകളിൽ 1 കോട്ട് പ്രൈമർ കൂടി വരും, അതും ബിർളയുടെ തന്നെ. ഓ, അപ്പോൾ ഇതുപോലെ കുഴിയാവാണ് ചെയ്യാം, പൊടിഞ്ഞു വരില്ല. ഓക്കെ, നിങ്ങളെ വർക്ക് ഇവിടെ രണ്ടാമത് ചെയ്യേണ്ട അവസ്ഥ വരുമോ? കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഇതുപോലെ ചെറിയ കുഴിയാവുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെ സിമെന്റിലൊക്കെ ആണെങ്കിൽ ആ ഭാഗം പൊട്ടിപ്പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് അറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറേ സംശയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, ഒരുപാട് സംശയങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ച് ക്ലിയർ ആക്കാനുണ്ട്. അതോടുകൂടി നമ്മളെ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു അതുപോലെ ആണി അടിക്കാൻ പറ്റും ഇതിൽ? തീർച്ചയായും, നമുക്കൊരു ആണിയും കൂടി അടിച്ചു നോക്കിയാലോ? ഈ ഒരു പഴയ ആണി ഞങ്ങൾക്ക് ഇവിടുന്ന് താഴ്ത്തുന്ന ഒരു ആണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടിക്കട്ടെ? ഓ, തീർച്ചയായും. വളഞ്ഞുകൊണ്ട് നല്ല ആണിയുണ്ട്. നല്ല ആണി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കോൺക്രീറ്റിൻ്റെ ആണി തന്നെ അടിക്കാം. സൂപ്പർ, അടിപൊളിയിൽ കയറുന്നുണ്ട് കേട്ടോ. കാരണം ആണി കയറുന്ന ഭാഗം മാത്രം തുളഞ്ഞ് കയറുന്നുണ്ട്, കൂടുതൽ പൊട്ടി കേട് വരുന്ന പോകുന്നില്ല അല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പിൽ തന്നെ. സ്ക്രൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലഗ് വെച്ചിട്ടൊക്കെ സ്ക്രൂ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അല്ലേ? ഓക്കെ, കറക്റ്റിൽ കയറി പോകുന്നുണ്ട്. നമ്മൾ വെള്ളം അടിച്ചും കൂടി കാണിച്ചു കൊടുക്കാം. വെള്ളം അടിച്ച് കാണിച്ചു, കാരണം ഇതിപ്പോ പുറത്താണ്, എപ്പോഴും വെള്ളം വീഴുന്ന സ്ഥലത്താണ്. വെള്ളം തെറിച്ച് മഴവെള്ളം വീണിട്ടും ചുമരൊക്കെ തെറിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ്. മഴ കൊള്ളുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, മഴ കൊള്ളുന്ന ഡയറക്റ്റ് മഴ, അതായത് പാരപ്പറ്റിനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വാവ്, സൂപ്പർ ആട്ടോ, അടിപൊളി. ഒരു എന്താ പറയാ, ഒന്നും സംഭവിക്കുന്നില്ല ഇതില്, കരിങ്കല്ലിൽ അടിക്കുന്ന പോലെ ഉണ്ട്. അത്യാവശ്യത്തിലേറെ സ്ട്രോങ് ആട്ടോ, നല്ല സ്ട്രോങ് ആണ്. നമ്മളിതാ പ്രഷർ പമ്പ് നല്ല പോയിന്റ്, നല്ല സ്ട്രോങ്ങിലാണ്, അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് വെള്ളം വരുന്നത്. ഒരു ഡാമേജ് എന്ന് പറയുമ്പോൾ ഒരു ഡാമേജ് ഇതിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിന്റെ സ്ട്രോങ് നമുക്ക് കാണിക്കാൻ ഇവിടെ ഒന്ന് അടിക്കുക. ഇതിപ്പോൾ സിമെന്റ് ആണ്, ഇത് സിമെന്റ് അടിക്കുന്നത് ഇതാ സിമെന്റൊക്കെ പൊളിയുന്നുണ്ട്, കുറേ പൊളിഞ്ഞു പോകുന്നുണ്ട് കുറേയൊക്കെ. സിമെന്റിനായിട്ട് എന്തായാലും സ്ട്രോങ് ഈ ഒരു ഇത് കിട്ടുന്നുണ്ട്.
അപ്പോൾ ലെവൽ പ്ലാസ്റ്റിക് മിക്സ് ആക്കിയിട്ടുള്ള അതിൻ്റെ മിക്സാണിത്. ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്ക് കുറച്ച് അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് കോട്ട് തേക്കുന്നതാണ്. ഇത് സാധാരണ നമ്മൾ പുട്ടി ചെയ്യുന്നത് പോലെ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തേക്കുകയാണ് ചെയ്തത്. നമ്മളെ ജിപ്സം പ്ലാസ്റ്റിക് ആണെങ്കിൽ കൈകൊണ്ട് വാരി തേക്കുന്നതാണെങ്കിൽ ഇത് പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തേച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവിടെ ഒരു തേച്ച സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ മൂലയൊക്കെ ഉണ്ടല്ലോ, കോർണറൊക്കെ നല്ല സ്ട്രോങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ മുഴുവൻ സൈഡ് ഇത് വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗത്ത് സൺഷെയ്ഡ്, അതുപോലെ തന്നെ പാരപ്പറ്റ്, ഇതുപോലെ തന്നെ പുറത്തെ ചുമര്, ഇത് വരുന്ന ഈ പുറത്ത് വരുന്ന ഈ ഒരു ചെറിയൊരു സ്ലാബ്, ഈ സ്ലാബിൻ്റെ ചുമരടക്കം എല്ലാ ഭാഗങ്ങളും ഈ ഒരു ലെവൽ പ്ലാസ്റ്റർ കൊണ്ട് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് നമുക്ക് ബാക്ക് സൈഡിലൂടെയാണ് കയറുന്നത്. ഇതിൻ്റെ മുൻഭാഗം അവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ ജിപ്സം പ്ലാസ്റ്റിംഗ് ആണ് ചെയ്തത്. അതും ബിർലേൻ്റെ ജിപ്സമാണ് കേട്ടോ. അപ്പോൾ അതവിടെ ബിർലേൻ്റെ ചാക്കുകൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വീടിൻ്റെ റൂമിൽ അതുപോലെ ഹാളിൽ ഈ ഒരു ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഒരു ടീം വന്നാൽ ഇവർ തന്നെ ഇൻറ്റീരിയലും എക്സ്റ്റീരിയലൊക്കെ ഒരു ടീം തന്നെ പെട്ടെന്ന് തന്നെ ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ ഒരു വീട് പെട്ടെന്ന് തന്നെ തീർത്ത് പോകുന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നനയ്ക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പണി കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചമായിട്ടുള്ളത്. അപ്പോൾ സ്വരൂപത എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? റേറ്റ് നമ്മൾ പുറത്ത് ചെയ്യുന്നത് 2 കോട്ട് ലെവൽ പ്ലാസ്റ്റിക്, 2 കോട്ട് പുട്ടി, 1 കോട്ട് പ്രൈമർ, സ്ക്വയർ ഫീറ്റിന് 50 രൂപ. 50 രൂപ. ഉള്ളിൽ ചെയ്യുന്നത് ജിപ്സം പ്ലാസ്റ്റിക് നമുക്ക് തൂത്തുകൂടി വരുന്ന മെറ്റീരിയൽ ഉണ്ട്, സ്ക്വയർ ഫീറ്റ് 35 രൂപയുള്ളൂ. ഇറാന്ന് വരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ 40, ഇറാന്ന് വരുന്ന ക്വാളിറ്റിയുള്ള പ്രീമിയം മെറ്റീരിയൽ വരുന്നുണ്ട്, അതിന് 45 രൂപയാണ്. 45 രൂപ വരെ ജിപ്സം പ്ലാസ്റ്റിക് വരുന്നത്. 35 മുതൽ 45 വരെ വരെ ജിപ്സം പ്ലാസ്റ്റിക്കിന് ഒറ്റ ഫിനിഷിങ്ങേ ഉള്ളൂ, പ്രൈമർ ഇല്ല. പക്ഷെ പുറത്ത് നമ്മൾ പ്രൈമർ എന്തുകൊണ്ട് അടിച്ചു കൊടുക്കുന്നത്, പുട്ടിയിട്ട പ്രൈമർ അടിക്കണം. അതുകൊണ്ട് പുട്ടിയിട്ട് വരച്ച് കളഞ്ഞിട്ട് പ്രൈമർ അടിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈറ്റിൽ ഫുള്ളായിട്ട് ഫുള്ളായി ബിർലയാണ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമറൈസ്ഡ് ആണ്, കസ്റ്റമർ എന്ത് പറയുന്നു അതുപോലെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 50 രൂപ എന്നൊക്കെ പറയുമ്പോൾ പുറത്ത് 50 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിമെന്റ് പ്ലാസ്റ്റിക് ചെയ്താൽ പിന്നെ അതിന്റെ പുട്ടിയിടല്, അതിന്റെ പ്രൈമർ അടിക്കൽ, ഇതെല്ലാം കൂടി കൂടുമ്പോൾ ഏകദേശം 70 രൂപയോളം വരാൻ സാധ്യത ഉണ്ട് അല്ലേ? കാരണം ഓരോ ഡിപ്പെൻഡ് ആണ്, ഓരോ നാട്ടിലെ അവസ്ഥ പോലെയാണ്. ലെവൽ പ്ലാസ്റ്റിക് അഭിപ്രായത്തിൽ ലാഭകരമാണ്. തീർച്ചയായും കസ്റ്റമർക്ക് ലാഭം എന്ന് വെച്ചാൽ മോഡ്സ്ഫുൾ ലാഭമാണ്. കാരണം വെച്ചാൽ ഒറ്റ വർക്കിൽ ഇതെല്ലാം കഴിഞ്ഞു കിട്ടി. എന്നാലും പിന്നെ വാട്ടർ ക്യൂറിംഗ് ഇല്ല, വെള്ളം കുടിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല, നമ്മുടെ ഉള്ളിലേക്ക് ലീക്കേജ് വരും, നാളെ എന്തെങ്കിലും സംഭവിക്കും. നമ്മൾ എപ്പോഴും വീട് നമ്മുടെ സ്വപ്നമാണ്, അത് എപ്പോഴും നമ്മൾ എപ്പോഴും ഫെയർഫുൾ ചെയ്യേണ്ട സംഭവമാണ്. വീട് ഒരു പ്രാവശ്യം എടുക്കണുള്ളൂ, ഉള്ളതിനെ നല്ല രീതിയിൽ ചെയ്യണം. അതെ, തീർച്ചയായും നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, ക്രാക്ക് വരുന്ന പ്രശ്നങ്ങളില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഇലാസ്റ്റികത ഉള്ള ഒരു സംഭവമാണ്. പുറത്തൊക്കെ വരുമ്പോൾ ഈ തണുപ്പും ചൂടൊക്കെ നിരന്തരം അടിക്കുന്നതുകൊണ്ട് തന്നെ ഡാമേജ് കുറവായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ലേ? തീർച്ചയായും ഡാമേജ് കുറവാണ്. 8 വർഷത്തോളമായി നിങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ട്. അതെ, ഇതുവരെ എവിടെയും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇതുപോലത്തെ പുതിയ പ്രൊഡക്റ്റിനൊക്കെ കാണാനും പഠിക്കാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുക. നമ്മളെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വീട് പണി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ ചാനൽ അധികം വരുന്നത്. അപ്പോൾ അവർക്ക് ഇതൊരു ഉപകാരമാവുന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാവണം, ഇത് മെറ്റീരിയൽ ഉണ്ടെന്നും ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്നും ദോഷങ്ങൾ എന്താണെന്നും ഞങ്ങൾക്ക് മനസ്സിലാവണം. മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. കാരണം നമ്മുടെ നല്ലൊരു ബ്രാൻഡഡ് കമ്പനിയുടെ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും അവരെ വിശ്വസിച്ച് നമ്മൾ അതൊരു മെയിൻ കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളെ നമ്പർ വെച്ചോട്ടെ. പിന്നെ വർക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും നമ്മളെ സ്വരൂപിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വരൂപിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ വെക്കുന്നുണ്ട്. ചേട്ടാ നമസ്കാരം, നിങ്ങളെ പേരെന്തേനി? ഗോപിയേട്ടല്ലേ? അപ്പോൾ ഗോപിയേട്ടൻ്റെ വീടാണിത്, നിങ്ങളെ മകൻ്റെ വീടല്ലേ? മകൻ്റെ വീടാണ്. അപ്പോൾ എന്താ നിങ്ങൾ ജിപ്സം പ്ലാസ്റ്റിക്, ഈ ജിപ്സ് അല്ല ലെവൽ പ്ലാസ്റ്റിക്കിനെ പറ്റി എന്താ അഭിപ്രായം? മകൻ സെലക്ട് ചെയ്തതാണല്ലേ? നമുക്ക് കുറച്ച് പണി കുറഞ്ഞിട്ടില്ലേ? പണി കുറഞ്ഞു കിട്ടി. സിമെന്റിന്റെ കേസ്, മണലിന്റെ കേസ്, പിന്നെ അത് ഓവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ആഘാതമാക്കി പോകും. അവര് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്ത് മെറ്റീരിയൽ കൂട്ടുന്ന പണി അതിന്റെ എല്ലാം പോലെ നനയ്ക്കണ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിർത്തണം, പിന്നെ മുകളിൽ കയറണം, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാകുമ്പോ നമുക്ക് ദിവസം മദ്യം വേണ്ടി വരുന്നില്ല. ഇപ്പൊ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? 6-2 ദിവസമായിട്ടുള്ള ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഉള്ളും പുറമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം ഉള്ളിലത്തെ പണിക്കാർ ലീവ് ഉണ്ടായിരുന്നു, പൂജവെപ്പിന്റെ മുടക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോ സെക്കൻഡ് കോട്ട് അടിക്കാനുള്ളൂ. അടിച്ച് ഒരു കട്ട് ചെയ്ത് പ്രൈമർ അടിച്ച് തരും പുറത്ത്. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും വരുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.